നെക്സ്റ്റ് വീക്ക് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ ഹോം നേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് അലീനെ അവിടെ നിന്ന് പറപ്പിച്ച് ബാലേന്ദ്രനെ ഒന്ന് ഒതുക്കാമെന്നായിരുന്നു വൈജയന്തിയുടെ വിചാരം. പക്ഷേ ബാലേന്ദ്രൻ്റെ ആ മാസ് പ്രകടനത്തിന് മുമ്പിൽ ഒന്നും സാധിച്ചില്ല. ഞാൻ പഴയ ബാലേന്ദ്രനല്ല, എന്നോട് കളിക്കാൻ വരുമ്പം സൂക്ഷിക്കണമെന്നൊരു വാണിംഗും കൊടുത്തിട്ടുണ്ടായിരുന്നു ബാലേന്ദ്രൻ. ആകെ വിഷമത്തിലായി എല്ലാവരും. ഉദ്ദേശിച്ചതൊന്നും നടന്നില്ലല്ലോ. ഈ സംഭവത്തിന് ശേഷം അലീന മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം അലീന തുറന്നു പറയുന്നുണ്ട് മുത്തശ്ശിയോട്, കഥയറിയാതെ ആട്ടം കാണുകയാണ് ഇവിടെയുള്ള 3 മക്കളും. അച്ഛൻ ഈ കാണിക്കുന്നതൊക്കെ എന്തിനോടൊക്കെയോ ഉള്ള ഒരു പ്രതിഷേധമാണ് എന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് തുറന്നു ചോദിക്കുകയാണ്, വൈജയന്തിക്ക് ആഗ്രയിൽ വെച്ച് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നില്ലേ എന്ന്. ഏതായാലും മുത്തശ്ശി തുറന്നു പറയുന്നുണ്ട് കേട്ടോ അലീനയോട്, അങ്ങനെ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു, ഗംഗാധരൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന്. അത് കേട്ട് ആകെ ഞെട്ടി ഇങ്ങനെ എഴുന്നേൽക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അലീനയുടെ അച്ഛനാണല്ലോ അയാൾ. പിന്നീട് ആ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ബാലചന്ദ്രൻ നിർദ്ദേശിക്കുന്നത് പോലെയാണ്. ഇത്രയും കാലം ആ വീട് അടക്കി ഭരിച്ചിരുന്ന വൈജയന്തി സംബന്ധിച്ച് ഇത് ഒട്ടും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ അലീനയോട് പറയുവാണ് അലീന സ്റ്റാൻലി എന്ന്. അന്നേരം അതുപോലെ അലീന ബാലേന്ദ്രൻ എന്നും പറയുന്നുണ്ട്. അപ്പം ഇതിലേതാണ് നിനക്ക് വേണ്ടത് എന്നാണോ ചോദിച്ചതെന്നറിയില്ല. അലീനയ്ക്കിഷ്ടം അലീന ബാലചന്ദ്രനാകാനാണ്. അങ്ങനെ അലീന ബാലചന്ദ്രൻ എന്നിങ്ങനെ അലീന തന്നെ പറയുവാണ്. അന്നേരം മുഖത്ത് ഒരു 100 പൂത്തിരി വിരിഞ്ഞൊരു സന്തോഷമാട്ടോ. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആ പേര് വേണോ എന്ന്. അന്നേരം അതെങ്ങനെയാണ്, ഞാൻ സാറിൻ്റെ മകളായാലല്ലേ അത് സാധിക്കുള്ളൂ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ നിന്നെ മകളായിട്ട് സ്വീകരിച്ചാൽ നീ അച്ഛ എന്ന് വിളിക്കുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്തോ ഒത്തിരി സന്തോഷമാണ് അലീനയുടെ മുഖത്ത്. ഈ സീരിയൽ തുടങ്ങിയ പിന്നെ അത്രയും സന്തോഷിച്ച് ചിരിച്ച് നിൽക്കുന്ന അലീനയെ കാണിച്ചിട്ടില്ല. ഏതായാലും ഈ സംഭവങ്ങളൊക്കെ വൈജയന്തിയും അറിയുന്നു. അന്നേരം വൈജയന്തി മക്കളോട് പറയുവാണ്, നിങ്ങളുടെ അച്ഛനെ അങ്ങനെ കണ്ടോൾമാർക്ക് വിട്ടുകൊടുക്കാനുള്ളതാണോ എന്ന് ചോദിക്കുക. കാരണം മക്കളിലേക്ക് ആ വിഷം അങ്ങ് ഇഞ്ചെക്ട് ചെയ്താൽ ഇനി അവർ ഫൈറ്റ് ചെയ്തോളൂല്ലോ എന്നോർത്തായിരിക്കും. അങ്ങനെ ജയിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കി വൈജയന്തി. പക്ഷേ ബാലേന്ദ്രൻ്റെ മുമ്പിൽ അതൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടിയും പാണ്ടും എടുത്ത് അവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു. പെട്ടിയൊക്കെ വണ്ടിയിലെടുത്ത് വെച്ച് അവിടുന്ന് വിട്ടടിച്ച് പോകുന്നുണ്ട്. അത് കണ്ട് ആകെ സങ്കടപ്പെട്ട് ഓടി പുറകെ പോകുന്ന കൃഷ്ണമോളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും വൈജയന്തി വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അലീനയ്ക്ക് വിഷമമാകുന്നുണ്ട്. ഇതൊക്കെയാണ് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് വന്നേക്കുന്നത്. ഏതായാലും അടുത്ത ആഴ്ചയിലെ ഓരോ എപ്പിസോഡും ത്രില്ലിംഗ് ആയിരിക്കും. നമുക്ക് കാത്തിരിക്കാം.